കശ്മീരിലെ പുൽവാമയിൽ സൈനിക വ്യൂഹത്തിനു നേരെ ആക്രമണം നടന്ന അവന്തിപ്പോറയിൽ ജനജീവിതം ഇനിയും സാധാരണ നിലയിലായിട്ടില്ല. സ്ഫോടനം നടന്ന കശ്മീർ ശ്രീനഗർ പാതയിൽ ഗതാഗതം താൽക്കാലികമായി പുനരാരംഭിച്ചു. അവന്തിപ്പോറയിൽ ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണനും സംഘവും എത്തിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാതയാണിത്. ആ ഭാഗത്ത് ജമ്മുവും ഈ ഭാഗത്ത് ശ്രീനഗറും. ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് ആ ഭാഗത്തൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് ഈ പാത വഴിയും ആണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. സൈനിക വാഹന വ്യൂഹം കടന്നു വന്നത് ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ഭാഗത്ത്, അതായത് ഈ വഴിയാണ് ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പോകാനായി കോൺവോയ് കടന്നു വന്നത്. കോൺവോയ് കടന്നു വന്ന ഈ മേഖലയിൽ തൊട്ട് നേരെ പിറകിലായി പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ അവിടെയാണ് സ്ഫോടനം നടന്നത്. 40 ധീര ജവാന്മാരുടെ ജീവൻ കവർന്ന സ്ഫോടനം നടന്നിരിക്കുന്ന മേഖലയാണിത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ മേഖലയിൽ സ്ഫോടനം നടന്ന ഈ മേഖലയിൽ സ്ഫോടനത്തിൻ്റെ കാഠിന്യം എത്രമാത്രമായിരുന്നു എന്ന് വ്യക്തമാകുന്ന വിധത്തിലുള്ള കാഴ്ച. റോഡ് ആ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ തകർന്നിരിക്കുന്നു. ഒരു വലിയ ഗർത്തം എന്ന് പറയാവുന്ന വിധത്തിൽ റോഡിൻ്റെ നടുക്ക് തന്നെ വലിയ ഒരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു. പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് സ്ഫോടനം നടന്നത്. 40 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്നിരുന്നത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോറൻസിക് അവർ സുരക്ഷാ നാട ബന്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സുരക്ഷാ നാട ബന്ധിച്ചതിൻ്റെ തൊട്ട് നടുവിലായിട്ടാണ് ഈ സംഭവത്തിന് കാരണമായിട്ടുള്ള സ്ഫോടനം നടന്നത്. പ്രേക്ഷകർക്ക് ഇനി കാണാൻ സാധിക്കുന്നത് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതം എത്രയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സ്ഫോടനത്തിൻ്റെ ആഘാതം വ്യക്തമാകുന്ന വിധത്തിൽ ഈ റോഡ് വ്യക്തമായിട്ട് തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണാം, എനിക്ക് പിന്നിലൂടെ കടന്നു പോകുന്നത് ഇത്ര ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ നിൽക്കുന്നു. മറ്റൊരു കോൺവോയ് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത്ര ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ കോൺവോയ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഈ ദൃശ്യത്തിൽ കാണാം, ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സൈനിക വാഹന വ്യൂഹം കടന്നു പോകുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായി വാഹനത്തിൽ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് മറ്റൊരു വാഹനത്തിൽ, ഒരു സ്വകാര്യ വാഹനത്തിൽ എത്തിയ ചാവേർ കോൺവോയിലേക്ക് ഇടിച്ചു കയറുകയും സ്ഫോടനമുണ്ടാവുകയും ചെയ്തത്. ചില ആശയ അവ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. ഏറ്റവും പ്രധാനം, കോൺവോയ് ഇങ്ങനെ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ ഒരു വിഭാഗം അത് നേരെ ജമ്മുവിലേക്ക് പോകുന്നു, മറ്റൊരു ഭാഗത്ത് ശ്രീനഗറിലേക്ക് പോകുന്നു. ഇവിടെ ഇതിനെ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ മറ്റൊരു റോഡ് ഈ ഭാഗത്തില്ലായിരുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാവുന്നത് പോലെ തന്നെ ഈ റോഡിന് നേരെ എതിരായുള്ള ഭാഗം, അതായത് ദേശീയപാതയ്ക്ക് എതിരായുള്ള ഭാഗം, അത് വലിയ അഗാധമായിട്ടുള്ള ഒരു ഗർത്തമുള്ള ഒരു മേഖലയാണ്. ഈ മേഖലയിൽ നിന്ന് ഒരു വാഹനം ഓടിച്ച് എങ്ങനെ ഈ ഭാഗത്തേക്ക് എത്തിച്ചു എന്ന ഒരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നു. സുരക്ഷാ സേന പറയുന്ന ന്യായമനുസരിച്ച് സമീപത്തുള്ള ഒരു വഴിയിൽ നിന്ന്, ആ വഴി ഏതാണെന്ന് അവർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല, ആ വഴിയിൽ നിന്നാണ് ഇവിടേക്ക് ചാവേർ എത്തിയിട്ടുള്ളത്, ഒരു സ്വകാര്യ വാഹനത്തിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഈ മേഖലയിൽ ശക്തമായിട്ടുള്ള സുരക്ഷയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷയും ഒക്കെ നടക്കുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള അന്വേഷണ ഏജൻസികൾ, NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. വ്യക്തത, ഈ അപകടം, ഈ അത്യാഹിതം സംഭവിച്ച്, അക്രമം സംഭവിച്ച് ഒരു വ്യക്തത വരുന്ന ദിവസങ്ങളിൽ ലഭ്യമാകും എന്നാണ് അവരും വ്യക്തമാക്കുന്നത്. സ്ഫോടനം നടന്ന
അവന്തിപൂരിൽ നിന്നും ക്യാമറമാൻ സോജി ചവറിനോടൊപ്പം ആർ രാധാകൃഷ്ണൻ, 24. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല സ്ഫോടനം നടന്ന ജമ്മു ശ്രീനഗർ ദേശീയപാതയ്ക്ക് സമീപത്തെ കുടുംബങ്ങൾ. അപ്രതീക്ഷിതമായി ഉണ്ടായ സ്ഫോടനത്തിൽ വീട്ടുപകരണങ്ങളും ജനലുകളുമെല്ലാം തകർന്നു. 24 പ്രതിനിധി ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പുൽവാമയിൽ നിന്നും. ലത്പൂരയിലുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതം സമീപത്തെ വീടുകളിൽ എത്രമാത്രം ഉണ്ടാക്കി? ഇതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ നിൽക്കുന്ന വീട്ടിൽ കാണുന്നത്. ജമ്മു ശ്രീനഗർ ദേശീയപാത കടന്നുപോകുന്ന പാതയുടെ സ്ഫോടനമുണ്ടായ പാതയുടെ നേരെ താഴെയുള്ള വീടാണിത്. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും, വീട്ടുപകരണങ്ങളും, കണ്ണാടികളും, ജനൽ ചില്ലകളും ഉൾപ്പെടെ എല്ലാം സ്ഫോടനത്തിൽ തകർന്നിരിക്കുന്നു. സ്ഫോടനം നടന്ന വീടിൽ ഉണ്ടായിരുന്ന ക്ലോക്കിന്റെ ദൃശ്യമാണിത്. സ്ഫോടനം നടന്ന സമയം എത്രയാണെന്ന് കൃത്യമായി ഇതിൽ നിന്ന് വിവരം ലഭിക്കുന്നു. ആ സമയത്താണ് ഈ ക്ലോക്ക് നിശ്ചലമായത്. ക്യാമറമാൻ സോജി ചവറിനോടൊപ്പം ലത്പൂരയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24.